ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന്റെ 8ാം ദിനമായ ഇന്ന് സഭാ നടപടികൾ പുരോഗമിക്കുന്നു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരുടെ സമരത്തിൽ സർക്കാരിന് നിഷേധാത്മക നിലപാടെന്ന് പ്രതിപക്ഷം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 40ാം ദിവസത്തിൽ. ആരോഗ്യ പ്രവർത്തകരായി അംഗീകരിച്ചാൽ മാത്രമേ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകൂ എന്ന് മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ നിർബന്ധമാക്കിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജീവനോപാധി നഷ്ടപരിഹാരമായി 306 കോടി രൂപ വിതരണം ചെയ്തെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണ് നാളെ കൊൽക്കത്തയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ 8ാം ദിനമായ ഇന്ന് സഭാ നടപടികൾ പുരോഗമിക്കുന്നു. പാർലമെന്റിൽ ഇന്ന് ബജറ്റ് സംബന്ധിച്ച് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രത്യേക പ്രസ്താവന നടത്തും. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ സുപ്രധാന റിപ്പോർട്ടുകൾ ഇന്ന് സഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. വിവിധ മന്ത്രാലയങ്ങളുടെ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ എല്ലാ അംഗങ്ങളും സഭയിൽ ഹാജരാകണമെന്ന് ബിജെപി എംപിമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരുടെ സമരത്തിൽ സർക്കാർ നിഷേധാത്മക സമീപനം പുലർത്തുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയത്. സബ്മിഷനിലൂടെയാണ് ആശാപ്രവർത്തകരുടെ വിഷയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ ഉന്നയിച്ചത്. തുടർ ചർച്ചകൾ നടത്തി പ്രശ്നപരിഹാരത്തിന് സർക്കാർ ശ്രമിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ ആശാപ്രവർത്തകരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം യുഡിഎഫ് എംപിമാർ പാർലമെന്റിനകത്തും പുറത്തും ഉന്നയിച്ചിട്ടുണ്ടെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. സമരത്തോട് സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണ് ഉള്ളതെന്നും ആശാപ്രവർത്തകർ കടുംപിടുത്തം ഉപേക്ഷിച്ചാൽ സമരത്തിന് പരിഹാരമാകുമെന്നും മന്ത്രി എം പി രാജേഷ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. എൽഡിഎഫ് സർക്കാർ ക്രമാനുഗതമായി ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആശാവർക്കർമാരെ ആരോഗ്യ പ്രവർത്തകരായി അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായാൽ മാത്രമേ ശാശ്വത പരിഹാരമുണ്ടാകൂവെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ മന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന രാപ്പകൽ സമരം 40ാം ദിവസത്തിലേക്ക് കടന്നു. സമരത്തിന്റെ അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ആരംഭിച്ച നിരാഹാര സമരം 2ാം ദിവസവും തുടരുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് ജനറൽ സെക്രട്ടറി എം എ ബിന്ദു, കെ പി തങ്കമണി, ആർ ഷീജ എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പിന്തുണ അറിയിച്ച് സമരപ്പന്തലിൽ എത്തുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരപ്പന്തൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സന്ദർശിക്കും. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും സമരം അവസാനിപ്പിക്കണമെന്നും മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഡൽഹി സന്ദർശിച്ച മന്ത്രി വീണ ജോർജ് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുമായി വിഷയം ചർച്ച ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കൂടിക്കാഴ്ച നടന്നില്ല. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ നിർബന്ധമാക്കിയതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ച സ്കൂൾ ബസ്സുകൾക്ക് മാത്രമേ ഇനി മുതൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകൂവെന്നും മന്ത്രി ചോദ്യോത്തര വേളയിൽ അറിയിച്ചു. ഇത്തവണ ഈ മെയ് മാസത്തിൽ എല്ലാ ബസ്സുകളും ജൂൺ 1 സ്കൂൾ തുറക്കുന്നതിന് എല്ലാ ബസ്സുകളും ഫിറ്റ്നസ് ചെയ്യണം. എല്ലാ ബസ്സുകളിലും ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് ക്യാമറ വെക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പ്രൈവറ്റ് ബസ്സുകളിലും KSRTC ബസ്സുകളിലും വെക്കുന്ന പോലെ എല്ലാ സ്കൂൾ ബസ്സുകളിലും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുണ്ടോ, അപകട കാരണം എന്താണ്, കുഞ്ഞുങ്ങൾ സൂക്ഷിച്ച് ഡോറിന്റെ അവിടെ വരെ ക്യാമറ വെക്കാൻ പറ്റും. കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചാണോ വണ്ടിയിൽ നിന്ന് ഇറക്കി വിടുന്നത് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് മെയ് മാസത്തിൽ ഫിറ്റ്നസ് വരുമ്പോൾ എല്ലാ സ്കൂൾ ബസ്സുകളിലും 3 ക്യാമറ 4 ക്യാമറ വെച്ചിരിക്കണം. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫിറ്റ്നസ് വളരെ കൃത്യമായി സ്കൂൾ ബസിന്റെ കാര്യത്തിൽ നോക്കും. ജൂൺ 1 മുമ്പ് എല്ലാ സ്കൂൾ ബസ്സുകളും ഫിറ്റ്നസ് ചെയ്തു കൊടുക്കും. റെഗുലർ ഫുൾ ടൈം ഗവേഷണം നടത്തുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകുന്ന പുതിയ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു. ഫുൾ ടൈം റിസർച്ച് പ്രോഗ്രാമുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പ് നൽകുന്നതിനുള്ള പുതിയ പദ്ധതി അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആരംഭിക്കുന്നുണ്ട്. ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി റെഗുലർ PhDക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ പദ്ധതിക്ക് അപേക്ഷിക്കാൻ അർഹരാണ്. UGC അംഗീകരിച്ച എല്ലാ സർവകലാശാലകളുടെയും സ്ഥാപനങ്ങളുടെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025-26 കാലയളവിൽ ഈ പദ്ധതിക്കായി 6 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 2,87,139 വിദ്യാർത്ഥികൾക്ക് മാർഗദീപം പദ്ധതിയിലൂടെ വരുമാന പരിധി കണക്കാക്കാതെ സ്കോളർഷിപ്പ് നൽകി വരുന്നതായും അദ്ദേഹം പറഞ്ഞു. മന്ത്രി വി അബ്ദുറഹ്മാന് വേണ്ടിയാണ് മന്ത്രി ഒ ആർ കേളു നിയമസഭയെ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ കൺസൾട്ടൻസികളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച് കരട് ബിൽ പരിശോധിച്ചു വരുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നിയമനിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. ലൈസൻസുകളുടെ രജിസ്ട്രേഷനും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ബില്ല് സഭ അംഗീകരിച്ചാൽ തീർച്ചയായും നമുക്ക് അതുമായി ബന്ധപ്പെട്ട സംവിധാനം ഉറപ്പാക്കാൻ കഴിയും. അതിനുവേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ഉന്നത വിദ്യാഭ്യാസ
വകുപ്പ് ഇതിനകം സ്വീകരിച്ചിട്ടുണ്ട്. നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2016 ശേഷം വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായി ജീവനോപാധി നഷ്ടപരിഹാര തുകയായി 306 കോടി രൂപ വിതരണം ചെയ്തതായി മന്ത്രി സജി ചെറിയാൻ. ഇന്ന് നഷ്ടപരിഹാരമായി നൽകിയ 8.5 കോടി രൂപ ഉൾപ്പെടെയാണ് ഈ തുക. തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജീവനോപാധി നഷ്ടപരിഹാര വിതരണം വിഴിഞ്ഞം ടൌൺ സിം ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി വി എൻ വാസവനും ചടങ്ങിൽ പങ്കെടുത്തു. മഹാകുംഭമേളയിൽ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വറായി അഭിഷിക്തനായ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ് ഇന്ന് തിരുവനന്തപുരത്തെത്തും. കോട്ടയ്ക്കകം ലെവി ഹാളിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പങ്കെടുക്കും. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ നാളെ പത്മന ആശ്രമവും ചട്ടമ്പി സ്വാമി സമാധി പീഠവും സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടന്റിനെ കരാർ അടിസ്ഥാനത്തിൽ എടുക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസാർ ഭാരതി വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ മെയ് 30 വരെ സ്വീകരിക്കും. ആലപ്പുഴ കുട്ടനാട്ടിൽ കർഷകരും നെല്ല് സംഭരിക്കുന്ന മില്ലുടമകളും തമ്മിലുണ്ടായ തർക്കത്തിൽ പരിഹാരം കാണാത്തതിനാൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. നെല്ല് സംഭരണത്തിലെ കിഴിവുമായി ബന്ധപ്പെട്ടാണ് തർക്കം. നെല്ല് സംഭരണം നടക്കാത്തതിനാൽ ചിലയിടങ്ങളിൽ വിളവെടുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ്. ചുമട്ടുതൊഴിലാളികളുടെ കുറവും നെല്ല് സംഭരണത്തെ ബാധിച്ചിട്ടുണ്ട്. വിളവെടുത്ത് ഒരാഴ്ചയായിട്ടും സംഭരണം നടക്കാത്ത സ്ഥലങ്ങളുമുണ്ട്. കർഷകരും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന പ്രത്യേക സമിതി നെല്ലിന്റെ ഗുണനിലവാരം പരിശോധിച്ച ശേഷം മാത്രമേ കിഴിവ് നിശ്ചയിക്കാവൂ എന്ന് കഴിഞ്ഞ ദിവസം നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. നെല്ല് കെട്ടിക്കിടക്കുന്ന പാടശേഖരങ്ങളിൽ കൃഷിവകുപ്പ് ഡയറക്ടർ പരിശോധനയും നടത്തിയിരുന്നു. ഇന്ന് ലോക വനദിനം. വനനശീകരണത്തിൽ നിന്നും വനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രൻ തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് നിർവഹിക്കുന്നു. വനമിത്ര പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഭൌമ മണിക്കൂർ നാളെ ആചരിക്കും. രാത്രി 8:30 മുതൽ 9:30 വരെ വീടുകളിലും സ്ഥാപനങ്ങളിലും അത്യാവശ്യമല്ലാത്ത വൈദ്യുത വിളക്കുകൾ അണച്ചാണ് ദിനാചരണത്തിന്റെ ഭാഗമാകേണ്ടത്. എല്ലാ വർഷവും മാർച്ച് അവസാനത്തെ ശനിയാഴ്ചയാണ് ഭൌമ മണിക്കൂർ ആചരിക്കുന്നത്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിന്റെ 18ാം സീസണ് നാളെ തുടക്കം. കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ഉദ്ഘാടന മത്സരം. രാത്രി 7:30 മത്സരം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന് മത്സരിച്ച് യോഗ്യത നേടുന്ന ആദ്യ ടീമായി ജപ്പാൻ. ഏഷ്യൻ യോഗ്യതാ ചാമ്പ്യൻഷിപ്പിൽ ഇന്നലെ ബഹ്റൈനെ തോൽപ്പിച്ചതോടെയാണ് ജപ്പാൻ യോഗ്യത നേടിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 164 പോയിന്റ് നേട്ടത്തിൽ 76,505ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 65 പോയിന്റ് ഉയർന്ന് 23,266ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. സ്വർണ്ണം ഗ്രാമിന് 40 രൂപ കുറഞ്ഞ് 8,270 രൂപയും പവന് 320 രൂപ താഴ്ന്ന് 66,160 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി കോഴിക്കോട് നിലയം 75ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി ജൂബിലി വർഷത്തെ സ്വാതി തിരുനാൾ സംഗീതോത്സവം ഇന്ന് വൈകിട്ട് തളി കേസരി ഹാളിൽ നടക്കും. ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ പ്രമുഖ മൃദംഗ വിദ്വാനും മലബാർ മേഖലയിൽ കർണാടക സംഗീതം പ്രചരിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച സംഗീതജ്ഞനുമായിരുന്ന പുതുക്കോട് എസ് കൃഷ്ണന്റെ ജന്മശതാബ്ദി ഈ മാസം 23-ന് കോഴിക്കോട്ട് ചാലപ്പുറം ഭജനകോവിൽ ഓഡിറ്റോറിയത്തിൽ ആചരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിൽ ബജറ്റ് സമ്മേളനത്തിന്റെ 8ാം ദിനമായ ഇന്ന് സഭാ നടപടികൾ പുരോഗമിക്കുന്നു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ആശാപ്രവർത്തകരുടെ സമരത്തിൽ സർക്കാരിന്റെ നിഷേധാത്മക നിലപാടെന്ന് പ്രതിപക്ഷം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 40ാം ദിവസത്തിൽ. ആരോഗ്യ പ്രവർത്തകരായി അംഗീകരിച്ചാൽ മാത്രമേ ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകൂവെന്ന് മന്ത്രി എം പി രാജേഷ്. സംസ്ഥാനത്തെ എല്ലാ സ്കൂൾ ബസ്സുകളിലും ക്യാമറ നിർബന്ധമാക്കിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജീവനോപാധി നഷ്ടപരിഹാരമായി 306 കോടി രൂപ വിതരണം ചെയ്തെന്ന് മന്ത്രി സജി ചെറിയാൻ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിന് നാളെ കൊൽക്കത്തയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.